ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മളെ തേർഡ് സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതുവരെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് പഠിച്ചു അല്ലേ? നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ എന്താണ് ലൈറ്റ് എന്നൊക്കെ പഠിച്ചു. ഇൻ സെക്കൻഡ് സെക്ഷൻ നമ്മൾ പ്രോപ്പർട്ടീസ് ആൻഡ് ഫിനോമിനാസ് നമ്മൾ പറ്റി പഠിച്ചു. ആൻഡ് തേർഡ് വൺ, എങ്ങനെയാണ് നമുക്ക് ഒബ്ജക്ട്സുകളെ കാണാൻ സാധിക്കുക. ആൻഡ് വാട്ട് അബൌട്ട് അവർ ഹ്യൂമൻ ഐ, നമ്മുടെ കണ്ണുകളെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. സി ഹ്യൂമൻ ഐ, എന്താണ് നമ്മുടെ ഹ്യൂമൻ ഐ? നമുക്ക് ലൈറ്റ് ഉണ്ടായാൽ പോരാ, നമുക്ക് എന്താണ് കാണാനും സാധിക്കണം അല്ലെ? അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് അവർ ഹ്യൂമൻ ഐ? നമ്മുടെ ഹ്യൂമൻ ഐ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ്. സോ നോക്കാം, വാട്ട് ഈസ് എ ഹ്യൂമൻ ഐ? എന്താണ് ഹ്യൂമൻ ഐ എന്ന് നമുക്ക് നോക്കാം. സി, the eye has a roughly spherical shape. നമ്മുടെ കണ്ണെന്ന് പറയുന്നത് എന്താണ്? roughly ഒരു spherical shape ആണ്. Okay, the outer coat of eye is white. നമ്മുടെ outer coat എന്ന് പറയുന്നത് ഏതാണ്? white in color ആണ്. It is tough so that it can protect the interior of eye ഫ്രം ആക്സിഡന്റ്. നമ്മുടെ നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് നോക്കിയേ, കുറച്ച് സ്റ്റിഫായിരിക്കും നമ്മുടെ കണ്ണ് അല്ലേ? ഒരു ജെല്ലി പോലെ നമുക്കൊരു സ്റ്റിഫായി കിടക്കും. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? നമുക്കൊന്ന് ഫീൽ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് കുറച്ച് റഫ് അല്ല, ദാറ്റ് മീൻ കുറച്ച് ഒരു സ്റ്റിഫായി നിൽക്കുന്നതാണ് നമ്മുടെ ഐ ബോൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് ട്രാൻസ്പെറന്റ് ഫ്രണ്ട് പാർട്ട് ഈസ് കോൾഡ് ആസ് കോണിയ. എന്താണ്? കോണിയ എന്നാണ് നമ്മുടെ ട്രാൻസ്പെറന്റ്. നമ്മുടെ ഫേസ്, നമ്മൾ കണ്ണിലേക്ക് ആദ്യം കാണുന്ന ഒരു പാർട്ട് ഉണ്ട്, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ആ ട്രാൻസ്പെറന്റ് പാർട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്നറിയില്ല. ആ ട്രാൻസ്പെറന്റ് പാർട്ടിന് നമ്മൾ പറഞ്ഞ പേരാണ് കോർണിയ. ഓക്കെ, ദിസ് ഈസ് ദ അബൌട്ട് ഹ്യൂമൻ ഐ. അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ ഹ്യൂമൻ ഐന്റെ പാർട്ടാണ് മക്കളെ കോർണിയ. വളരെ സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. ആ സ്റ്റിഫായിട്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് ഫീൽ ചെയ്യും അല്ലെ? ഒരു സ്പെറിക്കൽ ഷേപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം വി ഹാവ് ദ ടു ടൈപ്പ് ഓഫ് ചേംബേഴ്സ്, അക്വസ് ചേംബർ ആൻഡ് വിട്രിയസ് ചേംബർ. അപ്പൊ അങ്ങനെയുള്ള ചേംബേഴ്സിനുള്ളിൽ നമുക്കൊരു ജെല്ലി ടൈപ്പ് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് കാരണമാണ് നമുക്ക് അങ്ങനെ ഒരു സ്പെറിക്കൽ ഷേപ്പ് നമ്മുടെ ഐബോളിന് നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം. ബിക്കോസ് അതുള്ളത് കൊണ്ടാണ് നമുക്ക് പ്രൊട്ടക്ഷൻ. ഓക്കെ, പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്സോ എനിത്തിങ് നമ്മുടെ കണ്ണിലേക്ക് എത്താതിരിക്കാനുള്ള ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ജെല്ലി പോലെയുള്ള ഫ്ലൂയിഡ്സ്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഇറ്റ്സ് എ കോർണിയ. ഓക്കെ, behind the cornea we find a dark muscular structure called iris. നമുക്കൊരു ഇരുണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഇരുണ്ട് കിടക്കുന്ന അതിന് നമ്മൾ പറയുന്ന പേരാണ് ഐറിസ് എന്നാണ് പറയാം. In the iris there is a small opening. ഐറിസിന്റെ നിങ്ങൾ നടുവിലേക്ക് നോക്കിയ ഒരു ചെറിയൊരു സർക്കിൾ പോലെ കാണാം അല്ലെ? ഒരു ചെറിയൊരു ഓപ്പണിംഗ്, ദാറ്റ് ഈസ് കോൾഡ് പ്യൂപ്പിൾ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യൂപ്പിൾ. നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി എന്ന് നമ്മൾ പറയും അല്ലെ? ഈ കൃഷ്ണമണിയെ നമ്മൾ ഒരു ഇരുണ്ട് കിടക്കുന്നതാണ് നമ്മുടെ ഐറിസ്. ആ ഐറിസിന്റെ സെന്ററിൽ നമുക്കൊരു ചെറിയ ഹോൾ കാണാൻ സാധിക്കും, ദാറ്റ് ഈസ് പ്യൂപ്പിൾ. ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഈസ് കൺട്രോൾഡ് ബൈ ദ ഐറിസ്. ഐറിസ് ആണ് നമ്മൾ പേടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ പ്യൂപ്പിൾ വലുതാകും. സോ നമ്മൾ പേടിയില്ല, നമ്മളിങ്ങനെ അടുത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്യൂപ്പിൾ ഒന്ന് ചെറുതാകും. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് ഐറിസ്. The iris is that part of eye which give its a distinctive color. നമ്മൾ ഓരോ മനുഷ്യർക്കും അവരുടെ ഐറിസിന്റെ കളർ ചിലപ്പോൾ വ്യത്യാസമാണ്. നമ്മുടെ കോമൺലി നമ്മളെ സൗത്ത് ഇന്ത്യൻസിന് ബ്ലാക്ക് കളറാണ് അല്ലെ? ബട്ട് ഒരു യൂറോപ്യൻസിനൊക്കെ ഒരു ഗ്രേയിഷ് കളർ ആയിരിക്കാം, ചിലവർക്ക് ബ്ലൂ കളർ ഉണ്ടാകും, വളരെ റെയർ ആയിട്ട് ഗ്രീൻ കളർ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പല ഐറിസ് എന്ന് പറയുന്നത്, നമ്മുടെ കൃഷ്ണമണി എന്ന് പറയുന്ന ആ ഐറിസിന് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാകാം. നമ്മുടെ ഹ്യൂമൻസിന് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ഉണ്ടാകാൻ, ബ്രൗൺ ഐസ് ഉണ്ടാകാറുണ്ട്, ഗ്രേ ഐസ് ഉണ്ടാകാറുണ്ട്. സോ ദാറ്റ്സ് എ ഡിഫറെന്റ്. സോ when we say that a person has a green eye, we refer actually to the color of iris. നമ്മൾ പറയും നീല കണ്ണുള്ള അല്ലെങ്കിൽ കറുത്ത കണ്ണ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഐ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദ കളർ ഓഫ് ഐറിസ് ആക്ച്വലി. ഓക്കെ, നമ്മൾ ഐറിസിന്റെ കളറാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദ ഐറിസ് കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ടു ദ ഐ. നമ്മുടെ കണ്ണിലേക്ക് വരുന്ന എമൗണ്ട് ഓഫ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഐസ് ആണ്. നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ പെട്ടെന്ന് ടോർച്ച് അടിക്കാന്ന് വിചാരിക്കാം.
നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ണിങ്ങനെ എന്ത് ചെയ്യും, ഒന്ന് ചുളിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മൾ കണ്ണൊന്ന് ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ കണ്ണിനൊന്ന് ചുളിക്കാനെങ്കിൽ നമ്മൾ ശ്രമിക്കും. അത് നമ്മൾ ഇൻവോളണ്ടറി ആക്ഷനാണ്, നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നൊരു ആക്ഷനാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഐറിസ് ആണ്. കൂടുതലായിട്ട് നമ്മുടെ കണ്ണിന് വരുന്നത്, നമ്മുടെ കണ്ണിന് എന്താണ് ഡാമേജ് വരുന്നത് കൊണ്ട് ഐറിസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു ഇൻവോളണ്ടറി ആക്ഷനാണത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ദിസ് ഐറിസ്. ഓക്കെ, സി യു ക്യാൻ സീ ഹിയർ ദിസ് ഇസ് ദ കോർണിയ. ഒരു ട്രാൻസ്പെറന്റ് പാർട്ടാണ് കോർണിയ എന്ന് പറയുന്നത്. ആൻഡ് ദിസ്, ഈ ഒരു ബ്ലൂ കളർ, ദിസ് ഇസ് ആൻ ഐറിസ്. ഈ ഐറിസിന്റെ സെന്ററിലുള്ള ഒരു ഹോൾ ആണ് എന്ത് മക്കളെ? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് അവർ ലെങ്സ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ ലെങ്സ്. ഓക്കെ, ഈ ലെങ്സിന്റെ ഇവിടെ നമുക്ക് ഒരു കാണാൻ സാധിക്കും, ദിസ് ഇസ് എ വിട്രിയസ് ചേംബർ. ഈ വിട്രിയസ് ബോഡി എന്ന് പറയും. ഇവിടെ കുറച്ചൊരു ജെല്ലി ടൈപ്പ് ആണ്. ഈ ഇത് കാരണമാണ് നമുക്ക് നമ്മുടെ ഒരു കണ്ണിനൊരു സ്ട്രക്ചർ, നമുക്കൊരു ബോൾ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ദാറ്റ് ഈസ് അക്വസ് ഫ്ലൂയിഡ് എന്ന് പറയും. അതൊരു വാട്ടർലി കൺസിസ്റ്റൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് ദിസ് ഇസ് റെറ്റിന. ഈ റെറ്റിനയുടെ ഇമേജ്, നമ്മുടെ ഈ ലൈറ്റ് എല്ലാം റെറ്റിനയിൽ ഫോൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓരോ ഒബ്ജക്റ്റുകളും കാണാൻ സാധിക്കുക. ആൻഡ് ദിസ് ഇസ് ഓപ്റ്റിക് നെർവ്. ഈ റെറ്റിനയിൽ എന്ത് കാര്യവും ഫോൾ ചെയ്യണം. ദാറ്റ് മീൻ നമ്മുടെ റേ വരുന്നു, ഇങ്ങനെ വരുന്നു, നമ്മുടെ ലെങ്സിൽ എത്തുന്നു. ഈ ലെങ്സിൽ നിന്ന് നമ്മുടെ റെറ്റിനയിലേക്ക് ഇങ്ങനെ കൊടുക്കണം. ഈ റെറ്റിനയിൽ വന്ന് നമ്മളിതാ ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഇമേജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ റെറ്റിനയിൽ നിന്ന് നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ് ഉണ്ട്. ഈ ഒപ്റ്റിക് നെർവ് ബ്രെയിനിലേക്കാണ് പോവുക. ബ്രെയിനിലേക്ക് മെസ്സേജ് കൊടുക്കുന്നു, ഇതാ ഞാനൊരു സാധനം കണ്ടു. ബ്രെയിൻ എന്താണ് തിരിച്ച് ഇതേപോലെ ഒരു മെസ്സേജ് കൊടുത്ത് നമ്മൾ കണ്ണിലുണ്ട് നമ്മൾ കാണുന്നു. അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളൊരു വസ്തു കാണുമ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നടക്കുന്ന കാര്യങ്ങളാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ദിസ് ഇസ് പ്യൂപ്പിൾ ആൻഡ് ദിസ് ചെറിയ ഇതിനാണ് പ്യൂപ്പിൾ എന്ന് പറയാം. ദിസ് ഇസ് ലെങ്സ് ആൻഡ് സീലിയറി മസിൽസ്. ഇതൊരു സീലിയറി മസിൽസ് എന്ന് പറയും. ഈ ലെങ്സിനെ കൺട്രോൾ ചെയ്യുന്ന മസിൽസ് ആണ് സീലിയറി മസിൽസ്. ലെങ്സിനെ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന മസിൽസ് ആണ് സീലിയറി മസിൽസ്. ഈ സീലിയറി മസിൽസ് നമ്മൾ പ്രായമാകും തോറും ഈ മസിൽസിന് സ്ട്രെങ്ത് കുറയും. അങ്ങനെയാണ് നമുക്ക് കാഴ്ച ശക്തി കുറയുന്നത്. ചില കുട്ടികൾക്ക് മുതലേ ഉണ്ടാകാറുണ്ട്. നമ്മൾ എന്താ പറയുക, കുട്ടികളുടെ ഓരോ ന്യൂട്രീഷൻ ലെവൽ കുറയുമ്പോഴാണ് ഈ സീലിയറി മസിൽസിന് സ്ട്രെങ്ത് കുറയുക. പ്രായമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സീലിയറി മസിൽസ് എന്താകും, അതിൻ്റെ സ്ട്രെങ്ത് കുറയും. നമുക്ക് ലോങ് സൈഡ്, ഷോർട്ട് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കണ്ണിൻ്റെ ഓരോ ഡിഫക്റ്റുകളും ഉണ്ടാകാനുള്ള കാരണമാണ്. അതിനുള്ള മെയിൻ കാരണം ഈ സീലിയറി മസിൽസ് ആണ്. ഓക്കെ, പിന്നെ തിമിരം എന്ന് പറയുന്നത് നമ്മുടെ കോർണിയയിൽ ഒരു പാട പോലെ കാണുന്നതാണ് നമ്മുടെ തിമിരം എന്ന് പറയുന്നത്. കാറ്ററാക്ട്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് വരാറുണ്ട്. അപ്പൊ ദിസ് ഇസ് അബൌട്ട് ഹ്യൂമൻ ഐ. ഓക്കെ, ദ ലെൻസ് ഫോക്കസസ് light on the back of eye on a layer is called retina. എന്താണ് ഈ റെറ്റിന എന്ന് പറയുന്നത്? This is, you can see, ഇതാണ് നമ്മുടെ റെറ്റിന എന്ന് പറയുന്നത്. ഇവിടെ വന്ന് നമ്മുടെ ലൈറ്റ് ഫോൾ ചെയ്ത് ഇമേജ് ഫോം ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കൂ. ഈ റെറ്റിനയുടെ പിറകു വശത്തിലാണ് ഇമേജ് ഫോം ചെയ്തതെന്ന് വിചാരിക്കുക. ഈ റെറ്റിനയുടെ പിറകു വശത്തിലാണ് ഇമേജ് ഫോം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ റെറ്റിനയുടെ മുൻപിലാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ റെറ്റിനയുടെ ഒരു മുൻപിലാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്തത്. ഇപ്പോഴും നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? നമ്മുടെ ഇമേജ് കാണാൻ സാധിക്കില്ല. എവിടെ ആയിരിക്കണം? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഷുഡ് ബി ആ റെറ്റിന എന്ന് പറയുന്ന ലെയറിൽ തന്നെ ഇമേജ് ഫോം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ദ റെറ്റിന കണ്ടെയ്ൻസ് സെവറൽ നെർവ് സെൽസ്. പലതരത്തിലുള്ള നെർവ് സെൽസ് നമ്മുടെ റെറ്റിനയിലുണ്ട്. സെൻസേഷൻ ഫെൽറ്റ് ബൈ ദ നെർവ് സെൽസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദ ബ്രെയിൻ ത്രൂ ഓപ്റ്റിക് നെർവ്. നമ്മുടെ ഒപ്റ്റിക് നെർവിലൂടെയാണ് നമുക്ക് ബ്രെയിനിലേക്ക് മെസ്സേജുകളൊക്കെ സെൻഡ് ചെയ്യുന്നത്. ദർ ആർ 2 types ഓഫ് സെൽസ്, കോൺ സെൽസ് ആൻഡ് റോഡ് സെൽസ്. ഏതൊക്കെയുണ്ട്? കോൺ സെൽസും ഉണ്ട്, റോഡ് സെൽസും ഉണ്ട്. ഈ കോൺ സെൽസ് എന്ന് വെച്ചാൽ വിച്ച് ആർ സെൻസിറ്റീവ് ടു ബ്രൈറ്റ് ലൈറ്റ്. നല്ല കത്തി നിൽക്കുന്ന, നല്ല റെഡ് അല്ലെങ്കിൽ നല്ല യെല്ലോ, അങ്ങനത്തെ നല്ല സെൻസിറ്റീവ് കളേഴ്സുമായിട്ട് വളരെയധികം ഇതാണ് എന്താ കോൺ എന്ന് പറയുന്നത്, കോൺ സെൽസ്. എന്നാൽ റോഡ് സെൽസ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ടു ഡിം ലൈറ്റ്.
നല്ല ബ്രൈറ്റ് ലൈറ്റിനെയാണ് കോൺ സെൽസ് സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നത്. എന്നാൽ റോഡ് സെൽ എന്താണ്? ഡിം ലൈറ്റ്, ഇരുട്ടത് നമുക്ക് കാഴ്ച കാണാൻ സാധിക്കുന്നത് ഡിം റോഡ് സെൽസ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് കോൺ സെൽസ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? കോൺ സെൽ. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ലൈറ്റ് ഉള്ളപ്പോൾ മാത്രമേ കണ്ണ് നന്നായി കാണാൻ സാധിക്കുള്ളൂ. ഇരുട്ടത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മുടെ റോഡ് സെല്ല് കുറവാണ്. നമുക്ക് കോൺ സെല്ല് കൂടുതലും റോഡ് സെല്ല് കുറവുമാണ്. ഓക്കെ. എന്നാൽ നമ്മുടെ ബാറ്റ്, വവ്വാല് അതിനൊക്കെ ഏറ്റവും കൂടുതൽ റോഡ് സെൽസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പൂച്ച, അതുപോലെ തന്നെ ചില ആനിമൽസിനൊക്കെ റോഡ് സെല്ല് കൂടുതലാണ്. അപ്പൊ അവർക്ക് രാത്രിയിലും നന്നായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ. രാത്രിയിലും വെളിച്ചമില്ലെങ്കിലും ഡിം ലൈറ്റിലും അവർക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഡിം ലൈറ്റിൽ അത്രയധികം കാണാൻ സാധിക്കില്ല. ഓക്കെ. See, and we have different types of defects of eye. നമ്മുടെ ഐക്ക്, നമ്മുടെ കണ്ണിന് പലതരത്തിലുള്ള ഡിഫക്ട്സുകൾ ഉണ്ടാവും. The first one is myopia. മയോപ്പിയ ഉണ്ട്, presbyopia ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞ 3 തരത്തിലുള്ള ഡിഫക്ട്സുകളാണ് കോമൺ ആയിട്ടുള്ള. ഏതൊക്കെയാണ്? മയോപ്പിയ, presbyopia ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് മയോപ്പിയ ആണ്. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റഡ്നെസ്. എന്താണ് ഷോർട്ട് സൈറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് അടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാം, ദൂരെയുള്ളത് കാണാൻ സാധിക്കില്ല. എന്താണ് ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ? യു ക്യാൻ സീ ഓബ്ജെക്ട്സ് ക്ലോസ് ടു ദം ക്ലിയർലി. കൃത്യമായിട്ട് അടുത്തുള്ളത് കാണാൻ സാധിക്കും, എന്നാൽ ദൂരെയുള്ള നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. ഒരു ബസ്സിന്റെ ബോർഡ് നമുക്ക് വായിക്കാൻ പറ്റില്ല. ഒരു ഫ്ലെക്സിന്റെ അതിൽ എന്താണ് പറയുന്നത് കാണാൻ സാധിക്കില്ല. അടുത്തുള്ള നമുക്ക് പേപ്പർ വായിക്കാം, ബുക്ക് വായിക്കാം, ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വായിക്കാം, പക്ഷെ ദൂരെയുള്ളത് നമുക്ക് ക്ലിയർ അല്ല. ഈ ഒരു കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്താ? മയോപ്പിയ എന്ന് പറയും. ആൻഡ് വാട്ട് അബൌട്ട് ദ ഹൈപ്പർമെട്രോപ്പിയ? നമ്മൾ ലോങ് സൈറ്റഡ്നെസ്, ദൂരെയുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് കാണാൻ, അടുത്തുള്ളത് കാണാൻ സാധിക്കില്ല. നമുക്ക് ഒരു ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്, ബസ്സിന്റെ പേര്, ബോർഡ് എല്ലാം കൃത്യമാണ്. ഒരു ഫ്ലെക്സ് ഉണ്ട്, അവിടെ ഫ്ലെക്സിലുള്ള എല്ലാം കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കും. ദൂരെയുള്ള ആളുകൾ വരുന്നതൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും, എന്നാൽ അടുത്ത് നിന്നാൽ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. ആ ഒരു കണ്ടീഷൻ. നമുക്ക് ബുക്ക് വായിക്കാൻ പറ്റില്ല, എഴുതാൻ സാധിക്കില്ല, അടുത്ത് ആരാണ് ഇരിക്കുന്നത് നമുക്കൊരു കപ്പ് കയ്യിൽ പിടിക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ പ്രശ്നങ്ങൾ. ഇതൊക്കെ എങ്ങനെയാണ്? ഹൈപ്പർമെട്രോപ്പിയ. ലോങ് ഉള്ള കാര്യങ്ങൾ കൃത്യമായി കാണാം, അടുത്തുള്ളതൊന്നും കാണാൻ സാധിക്കില്ല. ഓക്കെ. ഈ ഒരു കണ്ടീഷനാണ് ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഥവാ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയും. ഇവിടെ എന്താണ്? Some persons cannot see objects nearby. അടുത്തുള്ള കാര്യങ്ങൾ എന്താണ്? കാണാൻ സാധിക്കില്ല. എന്നാൽ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ദൂരെയുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് 2. നെക്സ്റ്റ് വൺ ഇസ് presbyopia. presbyopia നമുക്ക് പ്രായമാകുമ്പോൾ വരുന്നതാണ്. സീലിയറി മസിൽസ് ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ presbyopia ഉണ്ടാകുക. ഓക്കെ. അപ്പോൾ ഇത് നോക്കുക. This is a myopia. നോക്കുക, മയോപ്പിയ ഉള്ള ഒരാൾക്ക് ഒരു ഫാർ പോയിന്റ്, നോക്കുക ദൂരെയുള്ള ഒരു കാര്യം, ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ആ ഒബ്ജക്റ്റ് ദൂരെയുള്ള കാര്യം നമുക്ക് എന്താണ്? ലെൻസ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നോക്കുക, മയോപ്പിയ ഉള്ള ഒരാൾക്ക് എന്താ കാണാൻ? അവരുടെ ഇമേജ് നോക്കുക, ഇവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇത് റെറ്റിനയാണെങ്കിൽ ഇതാണ് നമ്മുടെ റെറ്റിന അല്ലേ, നമ്മുടെ കണ്ണാണ് കേട്ടോ. ഇത് നമ്മുടെ ഹ്യൂമൻ ഐ ആണ്. ഈ ഹ്യൂമൻ ഐന്റെ റെറ്റിനയാണ് ഈ റെഡ് എന്ന് പറയുന്നത്. അവിടെ എത്തുന്നുണ്ടോ? ഇല്ല. ഇവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അവിടെ ഇമേജ് ഫോം നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ മയോപ്പിയ ഉള്ള ഒരാൾക്ക് എന്താണ്? നമ്മുടെ റെറ്റിനേന്റെ കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഇമേജ് ഫോം ചെയ്താലും നമുക്ക് കാണില്ല. അപ്പൊ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മൾ ലെൻസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മളിവിടെ കോൺകേവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോൺകേവ് ലെൻസ് ആയിട്ടുള്ള നമ്മൾ സ്പെക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മയോപ്പിയ നമുക്ക് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഇമേജ് നോക്കുക, നമ്മുടെ ഇമേജ് ദാ ഇവിടെ പോയിട്ട് ദാ ഇവിടെ ഇമേജ് ഫോം ചെയ്തു. നമ്മുടെ റെറ്റിനയിൽ ഈ ഒരു ഭാഗത്ത് തന്നെ ഇമേജ് ഫോം ചെയ്തു. സോ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഹൈപ്പർമെട്രോപ്പിയ എന്തായിരിക്കും? ഹൈപ്പർമെട്രോപ്പിയ നേരെ തിരിച്ചാണ്. എന്താണ്? ഇവിടെയാണ് മയോപ്പിയന്റെ കേസിൽ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലാണ് ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. ഹൈപ്പർമെട്രോപ്പിയന്റെ കേസിൽ കണ്ണിന്റെ പിറകു വശത്തിലായിരിക്കും. ദാറ്റ് മീൻ ഈ ഒരു കേസിലായിരിക്കും ഇങ്ങനെയായിരിക്കും ഫോം ചെയ്യുക.
ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഇമേജ്. ഹൈപ്പർ മെട്രോപ്പിയന്റെ കേസിൽ, ലോങ് സൈറ്റഡിന്റെ കേസിൽ പുറത്തായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പോഴും നമുക്ക് കണ്ണ് കാണാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ കോൺവെക്സ് മിറർ നമ്മൾ സ്പെക്സ് ആയിട്ട് നമ്മൾ സ്പെക്സ് യൂസ് ചെയ്യാണ് കോൺവെക്സ് ലെൻസ് ഉള്ള സ്പെക്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റെറ്റിനയിൽ തന്നെ ആയിട്ട് ഫോൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കോൺകേവും കോൺവെക്സും യൂസ് ചെയ്ത് നമ്മൾ സ്പെക്സ് ഉപയോഗിച്ചാണ് മയോപ്പിയ, പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന ഈ ഡിഫക്റ്റുകൾ, കണ്ണിന്റെ ഡിഫക്റ്റുകൾ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, പ്രായമാകുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതുണ്ട്. ബട്ട് ചെറിയ കുട്ടികളിൽ പോലും മയോപ്പിയ, പ്രസ്ബയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന രോഗങ്ങൾ നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. Okay, so these are about the human eye. And നമുക്ക് ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാം? How to correct the defects of vision? Okay, a simple eye examination help to confirm the diagnosis of myopia. എങ്ങനെ നമ്മൾ മയോപ്പിയ നമുക്ക് ഇത് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം? This condition can be corrected by using a concave, അല്ലേ? നമുക്ക് എങ്ങനെയുള്ള കണ്ണാടി ആയിരിക്കണം? കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കണ്ണാടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സ്പെക്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മയോപ്പിയ സുഖമായിട്ട് നമുക്ക് മറികടക്കാം. ആൻഡ് വാട്ട് അബൌട്ട് ഹൈപ്പർമെട്രോപ്പിയ എങ്ങനെ, ഏത് ലെൻസ് നമ്മൾ യൂസ് ചെയ്യണം? അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്താൽ നമുക്ക് ഹൈപ്പർമെട്രോപ്പിയ സോൾവ് ചെയ്യാം. ഓക്കെ, മയോപ്പിയ ഏതായിരിക്കണം? മയോപ്പിയ കോൺകേവ് ആണ്. ഹൈപ്പർമെട്രോപ്പിയ കോൺവെക്സ്. ഹൈപ്പർ എന്ന് പറയുമ്പോൾ കോൺവെക്സ്. ഓക്കെ, ഹൈപ്പർമെട്രോപ്പിയ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫക്ട്സ്. നമ്മൾ ഡിഫക്ട്സ് ആണെന്ന് പറഞ്ഞു, അതിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡും നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ആൻഡ് ഹൗ ക്യാൻ വി കെയർ ഐ? നമ്മളെ കണ്ണിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? നമ്മൾ ഡിഫക്റ്റുകൾ പറഞ്ഞു, അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, നമ്മളെ കണ്ണിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. If advised, use suitable specs. നമ്മൾ കൃത്യമായ സ്പെക്സ് നമ്മൾ യൂസ് ചെയ്യുക, കൃത്യമായ പവർ ഉള്ള ലെൻസ് നമ്മൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Too little or too much light is bad for eye. നല്ല പ്രകാശത്തിൽ നമ്മൾ ഒരു ചിത്രം വരയ്ക്കുക അല്ലെങ്കിൽ വായിക്കുക, നമ്മൾ ഭയങ്കര പ്രകാശമുള്ളിടത്ത് നമ്മൾ ഇരിക്കുക, അല്ലെങ്കിൽ തീരെ പ്രകാശമില്ലാത്തടത്ത് ഡിം ലൈറ്റിൽ നമ്മൾ പുസ്തകം വായിക്കുക, അങ്ങനെയുള്ളതൊക്കെ എന്താണ്? കണ്ണിന് അത് ദോഷകരമാണ്. ഡു നോട്ട് ലുക്ക് അറ്റ് ദ സൺ ഓർ എ പവർഫുൾ ലൈറ്റ് ഡയറക്ട്ലി. നല്ല നമ്മൾ സൂര്യനെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു LED അല്ലെങ്കിൽ നമ്മൾ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ടോർച്ചിലേക്ക് നമ്മൾ കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലേസർ എന്ന് പറയുന്ന വലിയ ലേസർ ഷോസിനൊക്കെ നമ്മൾ പോകുമ്പോൾ ലേസറിലേക്ക് കൃത്യമായിട്ട് ലേസർ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുക, അതൊക്കെ നമ്മളെ കണ്ണിന് വളരെയധികം ഹാംഫുൾ ആണ്. നെവർ റബ് യുവർ ഐ. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എന്താണ്? കണ്ണ് റബ് ചെയ്തുകൊണ്ടേയിരിക്കും. എനിത്തിങ് നമ്മളെ കണ്ണിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് എന്താണ്? കണ്ണ് റബ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരിക്കലും ചെയ്യരുത്. ഓൾവേസ് റീഡ് അറ്റ് എ നോർമൽ ഡിസ്റ്റൻസ് ഓഫ് വിഷൻ. നമ്മൾ ഇങ്ങനെയും നോക്കരുത്, കുറച്ച് വളരെ ഒരു നോർമൽ, ദാറ്റ് മീൻസ് 25 സെന്റിമീറ്റർ എന്നാണ് നോർമൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഒരു 25 സെന്റിമീറ്റർ അകലെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് വായിക്കുക. ലൈക്ക് ദാറ്റ് ഫോൺ, നമ്മൾ വായന ഇപ്പൊ കുറവായതുകൊണ്ട് തന്നെ ഫോൺ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക നമ്മൾ ഇങ്ങനെയായിരിക്കും, അല്ലെ? ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മളൊരു നോർമൽ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യാം. ഡു നോട്ട് റീഡ് ബൈ ബ്രിങ്ങിങ് ദ ബുക്ക് ടു ക്ലോസ് ടു യുവർ ഐ ഓർ കീപ്പിംഗ് ടു ഫാർ. വളരെ ദൂരെയും വളരെ അടുത്തും വെച്ച് നമ്മൾ റീഡ് ചെയ്യാനോ ഫോൺ യൂസ് ചെയ്യാനോ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് എന്താണ്? കേടാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. അതുപോലെ തന്നെ ഫോൺ അടുത്ത് വെച്ച് നമ്മൾ നോക്കുക. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക, നമ്മളെ കണ്ണിനെ നന്നായിട്ട് സംരക്ഷിക്കുക. ഓക്കെ, ഈ കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ കണ്ണ് കാണാത്തവരെന്തായാലും ചെയ്യാം. കണ്ണിന് കാഴ്ചയില്ലാത്തവര് അവരെങ്ങനെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും? അങ്ങനെയുള്ള അവർക്കുള്ള ഒരു സ്ക്രിപ്റ്റാണ്, അവർക്കുള്ള ഒരു ഇതാണ് ബ്രെയിൽ എന്ന് പറയും. എന്താണ്? ബ്രെയിൽ. ഓക്കെ, ദ മോസ്റ്റ് പോപ്പുലർ
റിസോഴ്സ് ഓഫ് എ വിഷ്വലി ചാലഞ്ച്ഡ് പേഴ്സൺസ് ഇസ് ബ്രെയിൻ. കണ്ണ് കാണാത്ത ആളുകൾ എങ്ങനെയാണ് നമ്മൾ ABCD ഒക്കെ പഠിക്കുക? അവർക്ക് എങ്ങനെയാണ് ഈ ലോകത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഒന്നും പറ്റില്ല അല്ലെ? അവർ കേട്ട് മാത്രമാണ് ലോകത്തെ അറിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവർക്കും പഠിക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ബ്രെയിൽ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സ്ക്രിപ്റ്റ് ഇങ്ങനെ എംബോസ് ചെയ്തിരിക്കുന്ന, നമുക്ക് അവർക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്താണ് ഓരോ വസ്തുക്കളെയും അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, അവർക്ക് പഠിക്കാൻ വേണ്ടി, അവർക്ക് A4 ആപ്പിൾ എന്ന് പറയാൻ കാണിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അവർക്ക് ടച്ച് ചെയ്യാനേ പറ്റൂ അല്ലേ? ആപ്പിൾ പല സൈസിലുണ്ട്, വലുതുണ്ട് ചെറുതുണ്ട് എല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് ലെറ്റേഴ്സ് ഒക്കെ പഠിക്കാനും അവർക്ക് ആൽഫബറ്റ്സ് പഠിക്കാനും അവർക്ക് എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ ഇതാക്കാൻ വേണ്ടിയാണ് ബ്രെയിൽ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ്, ദാറ്റ് മീൻ എംബോസ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്. അതെന്താണെന്ന് കാണിച്ചു തരാം. ദിസ് ഈസ് എ സ്ക്രിപ്റ്റ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്രെയിൽ ആൽഫബറ്റ്സ് ആണ് ഇവിടെ. കണ്ടോ? ബ്രെയിൽ ആൽഫബറ്റ്സ്. A എന്ന് പറഞ്ഞാൽ സിംഗിൾ ഡോട്ട് ആണ്. ഓക്കെ. B എന്ന് പറഞ്ഞ് നോക്കുക, ഒരു ഡോട്ടും താഴെ വേറൊരു ഡോട്ടും. അങ്ങനെ അവർ കണ്ടാൽ അവർക്ക് ഉറപ്പിച്ചു ദാറ്റ് ഇസ് B. ദ ലെറ്റർ B എന്ന് പറയുന്ന അവരുടെ ലെറ്റർ B ആണ് അത്. 2 ഡോട്ട്, 2 താഴെയുള്ള ഡോട്ട്സ് അവർ കൈ കൊണ്ട് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് നമുക്ക് എന്താണ് B. ആൻഡ് ഇങ്ങനെ 2 ഡോട്ടാണ്, ദാറ്റ് ഇസ് C. ഓക്കെ. അങ്ങനെ A to Z വരെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ 1 2 3 ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ്, ഇതൊക്കെ അവരെങ്ങനെയാണ് എംബോസ് ചെയ്തിരിക്കുന്ന ബുക്സ് ആണ്. അവർക്കുള്ള ബുക്സ് എന്ന് പറയുന്നത് എംബോസ് ചെയ്തിരിക്കുന്ന ബുക്സ് ആണ്. ദർ ഇസ് ന്യൂ കളേഴ്സ്. അവർക്ക് ഒരു കളേഴ്സും ഇല്ല, ജസ്റ്റ് എംബോസ് ചെയ്തിരിക്കുക. ജസ്റ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന വെറും വൈറ്റ് ഷീറ്റിലുള്ളതാണ്. ദർ ഇസ് നോ കളേഴ്സ്. അവർക്കൊരു കളേഴ്സോ പ്രിന്റിങ്ങോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു എംബോസിങ് മാത്രമാണ്. ബിക്കോസ് അവർക്ക് കാഴ്ചയില്ല, കാഴ്ചയിൽ അവർ ചാലഞ്ച്ഡ് ആയ പേഴ്സൺസ് ആണ്. അപ്പൊ അവർക്കുള്ള ബ്രെയിലാണ് ഇത്. ഓക്കെ. സോ ഇങ്ങനെയാണ്. യു ക്യാൻ സി ആൽഫബറ്റ്സ്. ഇവിടെ നിങ്ങൾക്ക് ആൽഫബറ്റ്സ് കാണാൻ സാധിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നമ്പേഴ്സ് കാണാൻ സാധിക്കും. ആൻഡ് ചില ചിഹ്നങ്ങൾ അല്ലേ, നമ്മൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബ്രാക്കറ്റ്സ്, സ്പേസ്, കണ്ടോ? ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഡോട്ട്, ഡോട്ടിന്റെ ഇത് കണ്ടല്ലോ നിങ്ങൾ അല്ലേ? ഡോട്ട്, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്ലനേഷൻ മാർക്ക്, അങ്ങനെ എല്ലാം, ഹൈഫൺ, എല്ലാം അവർക്ക് നമുക്ക് എന്താണ് ഇതേപോലെയുള്ള ബ്രെയിൽ ആൽഫബറ്റ്സും ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഡെസിമൽസ്, നമ്പർ എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ആൽഫബറ്റ്സ്. ബ്രെയിൽ ആൽഫബറ്റ്സ് ആണ്. ഇതാണ് A. ഈ 2 എണ്ണം ഉള്ളതാണ് B. ഓക്കെ. ഈ തരത്തിലാണ് അവർ ആൽഫബറ്റ്സ്. കാണിച്ചു തരാം. ഇതാണ് അവരുടെ ഒരു പിക്ചേഴ്സ്. സി, യു ക്യാൻ സി അവരുടെ പിക്ചേഴ്സ് ആണ്. ഇങ്ങനെയാണ് അവരുടെ ടെക്സ്റ്റ് ബുക്ക്. എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെ എംബോസ് ചെയ്തിരിക്കുന്ന, അവർ ടച്ച് ചെയ്ത് ഈ എംബോസ് ചെയ്തിരിക്കുന്ന ഡോട്ടുകളാണ് അവർ ശ്രദ്ധിക്കുക. ആ ഡോട്ടുകൾ, ഓരോ ഡോട്ടുകളും അവരിങ്ങനെ ശ്രദ്ധിച്ച് ഫീൽ ചെയ്താണ് ഓരോ വാക്കുകളും അവർ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര ലക്കിയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഐയുടെ ഇമ്പോർട്ടൻസ് പഠിക്കുക. ഐ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും ലോകങ്ങളും ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.